വീണ്ടും രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് സ്മൃതി ഇറാനി. സ്മൃതി ഇറാനി പറയുകയാണ് 2024 തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചിരുന്നെങ്കിൽ പരാജയപ്പെടുത്തുമെന്നാണ്. എന്തുകൊണ്ടായിരിക്കും വീണ്ടും രംഗത്ത് വരാൻ കാരണം? ഒരു ഉപരാഷ്ട്രപതി സ്ഥാനം സ്വപ്നം കാണുകയാണോ സ്മൃതി ഇറാനി? ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഇടയ്ക്ക് ഇവർക്ക് ഒരു പ്രശ്നമുണ്ട്, പബ്ലിസിറ്റി മാനിയ എന്ന് പറയും. ഈ ലൈം ലൈറ്റിൽ നിന്നില്ലെങ്കിൽ ഇടയ്ക്ക് അസ്വസ്ഥത വരും. അതുകൊണ്ട് ഞാനൊക്കെ ഈ ചർച്ച തുടങ്ങിയ സമയത്ത് ചില ആളുകളെ പറ്റി കേട്ടിട്ടുണ്ട്. അവർക്ക് 4 മണിയായിട്ട് ആരെങ്കിലും വിനുവോ വേണുമറ്റോ വിളിച്ചിട്ടില്ലെങ്കിൽ അവർ കൈയും കാലം പുറത്തു. പിന്നെ അവസാനം അങ്ങോട്ട് വിളിക്കും. ഏതാണ് ചർച്ചയിൽ ഏതാണ് ചർച്ച? ഒരു ആഗോള താപനം, ആകോട്ടെ ആഗോള മാപനം. അപ്പോൾ അതേപോലെയാണ്. ഇതൊക്കെ ഇടയ്ക്ക് ലൈം ലൈറ്റിൽ നിന്നിട്ടില്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നമാണ്. ആ പരാജയം വലിയ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ തിരിച്ചടിയായില്ലേ? അത് മാത്രമല്ല, രാഷ്ട്രീയ ജീവിതത്തിൽ അവർക്ക് അതല്ല തിരിച്ചടിയായത്. അവർക്ക് അതിലും കൂടി തിരിച്ചടി മോഡി ഈ മനഃശേഷി വികസന വകുപ്പ് എടുത്തു മാറ്റി. അതിന് കാരണം എന്ന് വെച്ചാൽ മോഡിക്ക് വളരെ വേണ്ടപ്പെട്ട ആരുടെയോ ഒരു അധ്യാപകൻ അവരൊരു പരിപാടി പങ്കെടുക്കും. അദ്ദേഹം പ്രായമുണ്ട്, ഇപ്പോൾ ഈ ഡയബറ്റീസിൻ്റെ പ്രശ്നങ്ങൾ. അദ്ദേഹം വേദിയിൽ ഉറങ്ങിപ്പോയി. അത് ഇവർ മന്ത്രി ആയിരുന്ന സമയത്ത് ഇവർ ശാസിച്ചു. ഇവർ പ്രോപ്പർ ഡിഗ്രി പോലുള്ള ആളാണെന്ന് സംശയമാണ്. എന്നാൽ ഇംഗ്ലീഷ് ഏബിളായിട്ടുള്ള ലേഡിയാണ്, ഡിഗ്രി ഒന്നും അവർക്ക് ആവശ്യമില്ല എങ്കിൽ പോലും. അത് ഈ മോഡിയുടെ ഈ പറയുന്ന അടുത്ത ആളുകൾ IAS ഓഫീസർമാരോ മോഡീനെ ശ്രദ്ധയപ്പെടുത്തി. മോഡി ഗുരുക്കന്മാരൊക്കെ ഭയങ്കര ബഹുമാനിക്കുന്ന ആളാണ്. ജാനകി രാമൻ അവരെ ടെക്സ്റ്റൈൽസ് വകുപ്പിലേക്ക് മാറ്റി, ഇവർക്ക് പറ്റിയ വകുപ്പ് മാറ്റി. അന്നോട്ട് തുടങ്ങിയാണ് ഇവരുടെ ഒരു ഡൗൺഫാൾ. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവർ അവിടെ UP തോൽക്കുന്നത്. UP തോൽക്കുന്നത് നീ നോക്കിയാൽ മതി. ഒരു പ്രത്യേക സാഹചര്യം. അങ്ങനെ ഒരു BJP ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വന്ന ആളുകളാണ് UP തോറ്റിരിക്കുന്നത്. കൂട്ടത്തിൽ ഒരാളാണ് ഇവർ. അപ്പോൾ അതോടുകൂടി ഒരു രാഷ്ട്രീയമായി നിഷ്പ്രഭയായിപ്പോയി. കാരണം സുഷമ സ്വരാജും ഉമാഭാരതിനെ പോലെയുള്ള ഹിന്ദുത്വ സ്റ്റാർവാർഡ്സ് നിന്ന സ്ഥലത്താണ് ഇവരെ പോലുള്ള ഒരാൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ശത്രുക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ മോഡിക്കുള്ളൊരു BJPക്കുള്ള താല്പര്യം കൊണ്ടാണ് അവർ നിന്നത്. താല്പര്യം മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് ഈ പറയുന്ന അന്നത്തെ ഒരു സസുബാഹു അമ്മായിയമ്മ വരുമ്പോൾ സീരിയലുകൾ ഉണ്ടല്ലോ, അതിൽ നായികയായിരുന്നു. അപ്പം അങ്ങനെ അവർക്ക് വലിയൊരു ഫാൻ ഫോളോയിങ് ഉണ്ട് അവിടെ. അത് ക്യാപിറ്റലൈസ് ചെയ്യാന്നുള്ള മോഡിക്ക് അറിയാലോ എവിടെ ഏത് വോട്ട് എങ്ങനെ വരുമെന്ന് പറയും. അതാണ് അവരെടുക്കാൻ കാരണം. പിന്നെ നല്ല ഏബിളായിട്ടൊരു ലേഡിയാണ്. പിന്നെ ഇവരുടെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നല്ല ഇംഗ്ലീഷാണ്. അതൊക്കെ കൊണ്ടാണ് അവരെ എടുത്തത്. പക്ഷെ അവർ കൈകാര്യം ചെയ്ത വകുപ്പുകളും അത്ര വൃത്തിയാക്കിയിട്ടൊന്നുമില്ല. അല്ല, നമുക്കങ്ങനെ വില കുറച്ച് കാണാൻ കഴിയുമോ? ഈ രാഹുൽ ഗാന്ധിയാണ് പരാജയപ്പെടുത്തിയത്. രാഹുൽ ഗാന്ധി അയാൾ അവിടെ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ പിന്നെ ആളുകൾ വോട്ട് ചെയ്യും. ഒരു ഫുൾ ടൈം 5 വർഷം അവിടെ. സുരേഷ് ഗോപി എങ്ങനെ തൃശ്ശൂർ ജയിച്ചു? അത് തന്നെ. ഇവർ സുരേഷ് ഗോപിനെ പോലെ ചാരിറ്റിയും ചെയ്തില്ല. സുരേഷ് ഗോപി നന്നായി ചാരിറ്റി ചെയ്തു. അതൊന്നും ഇവർക്ക് സുരേഷ് ഗോപി ആണെന്നും ഇവർക്ക് പറ്റുന്നില്ല. അതാണ് ഒരു 5 വർഷം മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി ചാരിറ്റിയും കാര്യങ്ങളും ചെയ്തു. ഇവര് മണ്ഡലത്തിൽ ഉയർന്നു വന്നു. അപ്പൊ അതാണ് അതിന്റെ ഒരു കാര്യം. അതുകൊണ്ടാണ് ഉപരാഷ്ട്രപതിയായി ഒരു പരിഗണന വരുമോ? എന്തായാലും പരാജയപ്പെട്ട് നിൽക്കുന്നു. ഞാൻ വിചാരിച്ചാണ്. പക്ഷെ ഇപ്പൊ ഓൾറെഡി ലേഡി അല്ലേ രാഷ്ട്രപതി. അപ്പം പിന്നെ അറിയില്ല, BJPയുടെ റെപ്യൂട്ടേഷൻ അനുസരിച്ച് വരുമെന്ന് അറിയില്ല. BJP അങ്ങനെ ഓരോ പദവി അങ്ങനെ വളരെ കൃത്യമായിട്ട് അതുവരെ റെപ്രസെന്റ് ചെയ്യപ്പെടാത്ത അണ്ടർ റെപ്രസെന്റ് ആയ ആളുകളെ അതാ സമയത്ത് ഇലക്ഷൻ വരുന്ന സ്റ്റേറ്റുകൾ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് പലതും അവർ ചെയ്യുന്നത്. ഓരോ പദവിയും കൃത്യമായി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ടൂളായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഓൾറെഡി ലേഡി ഉള്ള സമയത്ത് ഇവരാക്കുമെന്ന് അറിയില്ല. കാരണം കഴിഞ്ഞ ഡൽഹി ഇലക്ഷൻ സമയത്തും ഈ സ്മൃതി ഇറാനിയുടെ പേര് ഉയർന്നു കേട്ടിരുന്നു, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്ന്. ഇപ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു ചുമതലയിലേക്ക് വരാനുള്ള ഒരു കഴിവ് ഇപ്പോൾ നിലവിലുണ്ടോ? ഒരു സ്വാധീനം നിലവിൽ സ്മൃതി ഇറാനി? സ്വാധീനമല്ല, അവരെ കൊണ്ട് BJP ഗുണമുണ്ടെന്ന് തോന്നിയാൽ BJP ചെയ്യും, ഇല്ലെങ്കിൽ ചെയ്യില്ല. അത്രേ ഉള്ളൂ. അവരെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് തോന്നിയാൽ അവരെ മത്സരിപ്പിക്കും, അല്ലെങ്കിൽ പൊസിഷൻ എത്തും. അതല്ലാതെ ഗുണവുമില്ല ദോഷമായി തോന്നിയാലോ. അവരിപ്പം ചെയ്യുന്ന ഈ ശ്രദ്ധയിൽ വരാനുള്ളൊരു പരിപാടിയാണ്. പക്ഷെ BJPനെ പറ്റി അവർക്ക് ഒരുപക്ഷെ എനിക്കതിൻ്റെ അവരത്തിൻ്റെ BJPനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും അതിൽ വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെയാണ് ഉമാഭാരതി പ്രസിഡന്റ് ആയിപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കൃത്യമായിട്ട് ആ സിസ്റ്റം ഇവരെ പഠിക്കുന്നുണ്ട്. അതിനെ ഏബിൾ ആണെങ്കിൽ മാത്രമാണ് അവർക്ക്. അതെ, രാഹുൽ ഗാന്ധി ഇപ്പം അങ്ങനെ BJPക്ക് വലിയ ശത്രുവൊന്നുമല്ല. അന്ന് ശത്രുവായിരുന്നു ആ സമയത്ത്, ഒരു വന്ന സമയത്ത്. രാഹുൽ ഗാന്ധിനെ പറ്റി വിമർശിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. എവിടെയാണ് ഈ സ്മൃതി ഇറാനിക്ക് വീഴ്ച പറ്റിയത്? അവർ ജനങ്ങളുമായിട്ട് കണക്റ്റഡ് അല്ല. അത് തന്നെ. മോഡി ആണെങ്കിൽ അമിത്ഷാക്കാണെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ വന്നതാണ്. ഇവർ മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരും, നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ജയലളിതനെ കൊണ്ട് വന്നില്ലേ, ജയലളിത കൊടുക്കാത്ത ഇംഗ്ലീഷായിരുന്നു, ടേബിളുമായിരുന്നു.
പക്ഷേ ജനങ്ങളുമായിട്ട് കണക്റ്റഡ് അല്ല, അങ്ങനെ വേറെ തന്ന ആളല്ല. സീരിയൽ നടിയായി. ആ സീരിയൽ ഭയങ്കര ഫേമസ് ആണ്. നമ്മളവിടെ പണ്ട് ഈ ജന്മം പുണ്യജന്മം എന്ന് പറഞ്ഞ സീരിയലായിരുന്നു, അതുപോലെ ഭയങ്കര ഫേമസ് ആയിരുന്നു അത്. അപ്പം അങ്ങനെ അവർ വളരെ പോപ്പുലറായി അവിടെ. അങ്ങനെ പിന്നെ അപ്പം മോഡിക്ക് പണ്ടേ അല്ലെ ബി ജെ പിക്ക് ഈ പറയുന്നതിൻ്റെ മാതിരി ഈ വോട്ട് ഗാദറേഴ്സിനെ ഓപ്പൺ ചെയ്യാൻ അറിയാം. അങ്ങനെ അതിൻ്റെ ഒരു പ്ലാൻ, ആ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് അവർ വന്നത്. അത് ബി ജെ പി ആ മേഖലയിൽ അവർക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ഹിന്ദി ബെൽറ്റിൽ ബി ജെ പി ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ സ്ഥാനത്തൊക്കെ ഒരുപാട് വേറെ ആളുകളുണ്ട്. അപ്പോൾ അതാണ് ഒരു പ്രശ്നം. മീനാക്ഷി ലേഖി ഉണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ. അല്ലേ, ഇതിൽ മറ്റൊരു കാര്യം പറയുന്നത് നെഹ്റു കുടുംബത്തിന് സ്മൃതി ഇറാനിയെ ഭയമാണെന്നാണ് അവർ പറയുന്നത്. ആകെ ഉള്ളത് നേതൃത്വം സ്മൃതി ഇറാനിയും പറയില്ല, അവർ മോഡിനെയൊക്കെ ഭയമുണ്ടോ? സ്മൃതി ഇറാനി എന്തിനു മേടിക്കണം? ആകെ വെറുതെ, ആകെ ഈ ഫാൻസ് അസോസിയേഷൻ പറയുന്നത് കാര്യം. അപ്പൊ ഈ സ്മൃതി ഇറാനി അല്ലെങ്കിൽ ആരായിരിക്കും ഉപരാഷ്ട്രപതിയായി പരിഗണിക്കപ്പെടുക? അത് ആരും ആവാം. ബി ജെ പിയുടെ കോമ്പിനേഷൻ അല്ല, ആരും ആവാം. അവർ 3-4 ഫാക്ടറീസാണ് അവിടെ വരിക. ഒന്ന് ഈ പറയുന്നത് പോലെ ഇതുവരെ റെപ്രസെൻ്റ് ചെയ്യപ്പെടാത്ത ഏതെങ്കിലും പ്രദേശങ്ങൾ, അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യപ്പെടാത്ത ഏതെങ്കിലും കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഇലക്ഷൻ നടക്കാൻ ഇമ്മീഡിയറ്റ്ലി നിർണായകമായ ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഏതെങ്കിലും സ്റ്റേറ്റ്. അപ്പോൾ ഇവിടുന്നൊക്കെ ആരെങ്കിലും വരാം. സ്മൃതി ഇറാനിയുടെ ഒരു പൊളിറ്റിക്കൽ കരിയർ ഇനി എന്താണെന്ന് ഞാനും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് എത്താവുന്നതിന് പരമാവധി അവരെത്തി. ഇനി അങ്ങോട്ട് അവർക്ക് ഏജായി. ബി ജെ പി ആണെങ്കിൽ ഏജൊക്കെ നോക്കുന്നൊരു പാർട്ടിയാണ്. മോഡിക്കൊക്കെ ചിലപ്പോൾ ഒരു എക്സെപ്ഷൻ കൊടുക്കുന്നല്ലാതെ പൊതുവെ അവരത് നോക്കാറുണ്ട്. അഡ്വാനിനെ പോലും പിടിച്ചിട്ട് മാർഗനിർദ്ദേശ മണ്ഡലിൽ ഇരുത്തിയ പാർട്ടിയാണ്. അവരെ സമയം സ്മൃതി ഇറാനിയാണെന്നല്ലേ. അഡ്വാനി സൗത്ത് ഇന്ത്യ വെച്ച് ബാക്കി എല്ലാ സ്ഥലത്തും വോട്ട് ഗെറ്ററാണ്. അഡ്വാനിയാണ് പിടിച്ചിട്ട് പിന്നെ കാര്യകർത്ത മണ്ഡലിൽ ഇരുത്തിയത്. അതുപോലെയൊക്കെ അവർ ചെയ്യും. സ്മൃതി ഇറാനി ഇനി ബി ജെ പിയുടെ ഒരു അഖിലേന്ത്യാ നേതാവൊക്കെ ഒരു പ്ലം പൊസിഷനിലൊന്നും വരാതെ പാർട്ടി പ്രവർത്തകരായി കഴിയേണ്ടി വരുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സൗത്ത് ഇന്ത്യക്ക് എന്തെങ്കിലും പരിഗണന ലഭിക്കാനുള്ള സാധ്യതയുണ്ട്? അങ്ങനെ സാധ്യതയുണ്ട്. ബി ജെ പി അവർ ഇതുവരെ അങ്ങനെ ആ രീതിയിൽ ആഗ്രഹിച്ച പോലെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള സ്ഥലമാണ് സൗത്ത് ഇന്ത്യ. അതുകൊണ്ട് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഏത് നേതാക്കന്മാരെ തമിഴ്നാട്ടിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. തമിഴ്നാട് അത്ര എളുപ്പം പിടിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ചില പെർക്കുകൾ ഉപയോഗിച്ചുകൊണ്ടേ പിടിക്കാൻ പറ്റും. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു നേതാവ് ആകാൻ സാധ്യത കൂടുതലാണ്. കേരളം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ പിടിക്കാൻ പറ്റും എന്നുള്ള അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സ്റ്റേറ്റ്. ഇവിടുത്തെ ബി ജെ പിയുടെ ലീഡർഷിപ്പ് കൊണ്ടാണ് മുന്നോട്ട് പോകാൻ പറ്റാതായിരുന്നു. സ്ട്രാറ്റജിക്കലായി മുന്നോട്ട് പോയാൽ പിടിക്കാൻ പറ്റാവുന്ന സ്റ്റേറ്റാണ് കേരളം. ആ രീതിയിൽ കേരളം മാറിയിട്ടുണ്ട്. എസ്പെഷ്യലി പഴയ ജനറേഷനിലെ നേതാക്കന്മാരൊക്കെ പിന്നെ ഏതാണ്ടൊക്കെ തീർന്നല്ലോ. അപ്പോൾ ആ ജനറേഷൻ തീർന്നോട് കൂടിയിട്ട് പുതിയ ജനറേഷൻ എന്ന് വെച്ചാൽ അല്ല, ഈ നേതൃത്വത്തെ വെച്ചുകൊണ്ട് തന്നെ കേരളം പിടിക്കാൻ കഴിയുമോ? രാജീവിൻ്റെ നല്ല ലീഡർഷിപ്പ് അല്ലേ. രാജീവിൻ്റെ ടെസ്റ്റ് ഡോസ് കഴിയട്ടെ, പഞ്ചായത്ത് ഇലക്ഷൻ കഴിയട്ടെ. ഇതിപ്പം കുഴപ്പമില്ല. ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന് കേരളത്തിലൊരു സാധ്യത ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതല്ലെങ്കിൽ പോലെ ആളുകളുടെ മൈൻഡ് സെറ്റ് കേരളത്തിൽ അങ്ങനെ മാറുന്നത്. ഹിന്ദു കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിൽ ഒരു ധ്രുവീകരണം നമ്മൾ കാണുന്നുണ്ട്. അത് മുസ്ലിം വിരുദ്ധ ധ്രുവീകരണമല്ല. അല്ല, അദ്ദേഹം ഒറ്റ അജണ്ടയിലാണ് പോകുന്നത്, വികസനം മാത്രം. അതാണ് രാജീവിൻ്റെ അജണ്ട. അതല്ലേ പറഞ്ഞത്, ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ അല്ല, അത് അംഗീകരിക്കുമോ ജനങ്ങൾ അംഗീകരിക്കില്ല. പുതിയ പിള്ളേർ ഇവിടെ ഒരു മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് വേണ്ടത് നമുക്ക് ഗുണം കിട്ടുന്ന, നമ്മളെ സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അത് രാജീവിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അങ്ങനെ വിശ്വാസം വന്നാൽ മുന്നോട്ട് പോകുന്നത്. പിന്നെ വേറെ ഈ ഹിന്ദു കമ്മ്യൂണിറ്റി ധ്രുവീകരണം നടക്കുന്നത് ഞാൻ പറയുമ്പോൾ അത് ഏതെങ്കിലും കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടല്ല. ഹിന്ദുക്കളുടെ ഒരു പൊതു താല്പര്യത്തിന് നമുക്ക് ധ്രുവീകരണം നടക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഹിന്ദു വോട്ട് ബാങ്ക് കേരളത്തിൽ രൂപം കൊണ്ടുവരുന്നുണ്ട്. അതായത് നമ്മൾ മുസ്ലിം ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളും ഈഴവ നായർ വോട്ട് ബാങ്കുകളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുമാതിരി ഹിന്ദു വോട്ട് ബാങ്കിലേക്ക് പതുക്കെ കേരളം പോകുന്നുണ്ട്. അതൊരു പക്ഷേ ബി ജെ പി ഗുണം ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.